കഴിഞ്ഞ ദിവസം നടന്ന ദേശീയ പണിമുടക്ക് അത് ആഘോഷമാക്കി മാറ്റിയ എൻ്റെ നാട്ടുകാർ, ഞാൻ ജനിച്ച് വളർന്ന ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി എന്ന് പറയുന്ന സ്ഥലത്തെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് നെല്ലിക്കുറ്റി. ഈ നെല്ലിക്കുറ്റിക്കാരുടെ ഒരു രസകരമായൊരു കഥയാണ്. അത് ഇന്നലെ നടന്ന ഹർത്താലിൽ ഞങ്ങളിവിടെ നടത്തിയ ചില രസകരമായ പരിപാടികളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. കാരണം ഇത് മറ്റ് സ്ഥലങ്ങളിലുള്ളവരും മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഞങ്ങളുടെ നാട്ടിൽ അവശേഷിക്കുന്ന ഏതാനും ചില ചെറുപ്പക്കാർ മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ജോലി തേടി വിദേശ രാജ്യങ്ങളിലാണ്, കൂടുതലായും UK, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ പോയിരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ അവശേഷിക്കുന്ന ചില ചെറുപ്പക്കാരും ഈ നാട്ടിലത്തെ നല്ലവരായ പൊതുപ്രവർത്തകർ, ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി, എരുശി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് മിനി ഷൈബി, അതുപോലെ ടിമ്പർ യൂണിയൻ്റെ CITU ടിമ്പർ യൂണിയൻ്റെ ചെമ്പേരി മേഖല സെക്രട്ടറി ഷിബു കൊട്ടുപള്ളിൽ, അദ്ദേഹമാണ് ഞങ്ങളുടെ ഇവിടുത്തെ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി, അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സോജൻ കാരാമേൽ ഉള്ള നാട്ടുകാരെല്ലാം ഞങ്ങൾ ഹർത്താലിൻ്റെ ദിവസം അന്ന് രാവിലെ 8 മണിയായപ്പോൾ ടൗണിലെത്തി. ടൗണിൽ അവിടുത്തെ ഡ്രൈവർമാർ ഇരിക്കുന്നതിന് വേണ്ടി ചെറിയൊരു ഷെഡ് നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം. ഒരു ഷെഡ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു വിശ്രമ കേന്ദ്രം. അത് ഈ കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ നിലം പൊത്തിയപ്പോൾ മറ്റൊന്ന് പണിയുന്നതിന് വേണ്ടി ഡ്രൈവർമാർ മുൻകൈ എടുത്ത് ഒരു 15 പേരോളം വരുന്ന ചില ആൾക്കാരെ മാത്രം തിരഞ്ഞ് അവരെ വിളിച്ച് ബന്ധപ്പെട്ട് ഒരു വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നതിന് വേണ്ടി ടൗണിലെത്താൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ 8 മണിക്ക് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം മരം മുറിക്കുക എന്നായിരുന്നു. കവുങ്ങും മറ്റ് ഈ ഷെഡിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ തൂണും മറ്റു കാര്യങ്ങളും മുറിക്കുന്നതിന് വേണ്ടി മരം മുറിക്കുന്ന മെഷീൻ കൊണ്ട് ഇത് മുറിച്ച് സഹായിക്കുക എന്നതായിരുന്നു എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സ്ഥിരം പണിയെടുക്കുന്നില്ല. അതിൻ്റെ മെഷീൻ കുറച്ച് സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ട് വന്നതിന് ഞാൻ എത്തിയപ്പോൾ 9 മണിയായി. ഇവർ 8 മണിയായപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു. ഏകദേശം ഒരു 10 മണി 11 മണി ആയപ്പോഴേക്കും ഈ സംഗതി അറിഞ്ഞ് ആ നാട്ടിലുള്ള ആൾക്കാർ പലരും ഞങ്ങളോടൊപ്പം പങ്കുചേരുകയും പല ടീമുകളായി തിരിഞ്ഞ് ആ പ്രദേശത്തുള്ള റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളുണ്ട്, ബസ്സും മറ്റു വാഹനങ്ങളും പോകുമ്പോൾ തടസ്സമായി നിൽക്കുന്ന മരങ്ങളുണ്ട്, അതെല്ലാം വെട്ടിമാറ്റാൻ വേണ്ടി ഒരു ടീം അങ്ങനെ അങ്ങ് തിരിഞ്ഞുപോയി. അതുപോലെ ഈ വിശ്രമ കേന്ദ്രത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഒരു സംഘം ഇങ്ങോട്ട് മാറി നിന്നു. ഇതിൻ്റെ നിർമ്മാണം അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും പൂർത്തിയായി. അതുപോലെ എരുശി പഞ്ചായത്ത് 4-ാം വാർഡിൽ ഏകദേശം 6ഓളം ചെക്ക് ഡാമുകളുണ്ട്. അതിലൊന്നൊരു സ്വിമ്മിംഗ് പൂളാണ്. നെല്ലിക്കുറ്റി സെൻറ്റ് അഗസ്റ്റിൻ ഹൈസ്കൂളിൻ്റെ പുറകിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് അതിലൊന്ന്. അതും ഒരു ചെക്ക് ഡാം രീതിയിൽ തന്നെയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. അങ്ങനെ 6ഓളം ചെക്ക് ഡാമുകളുണ്ട്. ഇതിൽ 4എണ്ണവും ഞങ്ങളുടെ നാടിന് സമീപത്ത് തന്നെ, ഈ ടൗണിന് സമീപത്ത് തന്നെയാണ്. ഒരു സംഘം ആൾക്കാർ, ഞാനടക്കം മിഷൻ ബാളുമായി ഈ കൂടുതൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നല്ല മഴയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുഴയിലാണ്, വെള്ളത്തിലാണ് കൂടുതലും പണിയെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കാര്യമായി വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. എടുത്ത വീഡിയോ വെച്ച് സംഗതി രസകരമായി എനിക്ക് തോന്നിയതിനാൽ ഇത് നിങ്ങളിൽ ചിലരെ കൂടി, കൂട്ടുകാരെ കൂടി കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിതിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഞാനിതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഈ 4ഓളം ചെക്ക് ഡാമുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കമ്പും കോലും ഈ മാലിന്യങ്ങൾ ഇതെല്ലാം നീക്കം ചെയ്ത് പുഴയും വൃത്തിയാക്കി, വിശ്രമകേന്ദ്രവും വൃത്തിയാക്കി, അതുപോലെ റോഡിൻ്റെ ഇരുവശങ്ങളും കാടെല്ലാം തെളിച്ച് നല്ല മനോഹരമായി ആൾക്കാർക്ക് പോകുവാൻ യാതൊരു അപകടവും കൂടാതെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള സംവിധാനവും, അതോടൊപ്പം സ്നേഹവിരുന്നും ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടി ഭക്ഷണം പാകം ചെയ്തു. ടീം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാറിയിരുന്നു കേട്ടോ. ഈ സമയത്ത് തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും നമ്മുടെ ടിമ്പർ യൂണിയൻ്റെ സെക്രട്ടറി ഷിബുചാട്ടിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെയും ഞങ്ങൾ നാട്ടിലുള്ള സർവ്വ പൊതുപ്രവർത്തകരും എല്ലാവരും കൂടി ചേർന്ന് ഒരു സമൂഹ സദ്യ തന്നെ അവിടെ നടത്തി. ഒരുമിച്ച് ഭക്ഷണവും കഴിച്ച് കഥകളും പറഞ്ഞ് വൈകുന്നേരമായപ്പോഴേക്കും ഞങ്ങളുടെ വിശ്രമ കേന്ദ്രത്തിൻ്റെ പണിയും പൂർത്തിയായി, തോടും ക്ലീനായി, നാടും ക്ലീനായി. ഇത് പറയാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഹർത്താൽ ദിനം വരുമ്പോൾ നമുക്കെല്ലാം ഒരു വിരസതയാണ്. ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള പ്രവൃത്തികൾ എന്തെങ്കിലും നാട്ടുകാരെല്ലാം കൂടി ഏറ്റെടുത്ത് നടത്തി നാട്ടിലൊരു കൂട്ടായ്മ പോലെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ല കാലത്തെങ്കിലും നാട്ടുകാർക്കെല്ലാം ഒത്തുകൂടാനൊരു കാര്യവുമായി നാട്ടിലൊരു പൊതുവായി ഒരു പ്രവൃത്തി നടത്തിയെന്നുമായി. നമ്മൾ പണിമുടക്കിയാൽ എന്താ,
നമ്മൾക്ക് വേണ്ടി പണിയെടുത്ത് നമ്മളെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലുള്ളവരും കർണാടകത്തിലുള്ളവരും ആന്ധ്രയിൽ നെല്ല് വിതയ്ക്കുന്നതിനുമെല്ലാം ഉള്ളപ്പോൾ നമ്മൾക്ക് പണിമുടക്ക് ബാധിക്കുകയില്ല. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.